ഒക്കെ തിരക്കുള്ള ആൾക്കാരും വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കണം എന്ന് പറഞ്ഞിട്ടാ. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇനിയിപ്പോ എനിക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും അമ്മയ്ക്കൊന്ന് വരണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ നിന്ന് കാറിൽ കൂട്ടിക്കൊണ്ടല്ലേ. ഇനി വരുമ്പോഴേ ഈ ബസ്സിനും ഓട്ടോയ്ക്കൊന്നും വരാൻ നിൽക്കണ്ട. വേറെ ആരുമില്ലല്ലോ, എന്റെ ഭാര്യന്റെ അമ്മയല്ലേ. ദിനുവേട്ടാ, കറി വെക്കാനേ ഇവിടെ വെറും പപ്പായും ക്യാരറ്റും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനിപ്പോ ഞാനെന്ത് വേണം? അല്ല, കുറച്ച് ചിക്കൻ വാങ്ങിട്ട് വന്നിട്ടുണ്ടെങ്കിലേ അമ്മയ്ക്ക് അത് കറി വെച്ച് കൊടുക്കായിരുന്നു. ഈ പപ്പായ കറി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്താ വിചാരിക്കുക? എപ്പോഴെങ്കിലും ഒക്കെയല്ലേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. പിന്നെ ചിക്കൻ, നിന്റെ അമ്മ പിന്നെ എന്നും വലിയ വലിയ സ്റ്റാർ ഹോട്ടലിൽ നിന്നാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. എടി, ഇവിടെ ഉള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി, അത് കഴിച്ചാൽ മതി. നിങ്ങൾക്ക് എന്നെ നാണക്കേട് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഇവിടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് പറയാലോ, ഏട്ടൻ ഇവിടെ ഇല്ല, 5-6 കിലോമീറ്റർ പോണം ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിരുന്നു. അതിനിപ്പോ എന്താടി? ഇതിപ്പോ വേറെ VVIP ഒന്നല്ലല്ലോ, നിന്റെ അമ്മനല്ലേ. ഈ കറിയൊക്കെ ധാരാളം, ചിക്കൻ കറി വേണമെന്ന്. ഓ, കുറച്ചെങ്കിലും ഒന്ന് മര്യാദ കാണിക്കുന്ന വിചാരിച്ചാണ് നിങ്ങളോട് ഒന്ന് പറഞ്ഞത്. പറ്റില്ലേ പോണ്ട, ഞാൻ പോയി വാങ്ങിക്കോളാം. എവിടെ പോന്ന്? നിന്റെ വീട്ടിൽ നിന്ന് വരുന്നവർക്കേ ചെലവാക്കാൻ ഇവിടെ പൈസ ഇല്ല. ഇനിയിപ്പോ നിന്റെ അമ്മയ്ക്ക് ചിക്കൻ കറി കഴിക്കാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിലേ സ്വന്തം വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കിയാണ് കഴിക്കാൻ പറയും. ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വലിയ കറി വന്നോളും. ഒരു ചിക്കൻ കറി വേണം, മട്ടൻ കറി വേണം. വേറെ പണിയൊന്നുമില്ലല്ലോ മനുഷ്യന് പൈസ കളയാൻ വേണ്ടിയിട്ട്.